നമ്മൾ എത്രത്തോളം വലിയ വലിയ പുണ്യമായ അമലുകൾ ചെയ്താലും ഉഹദ് മലയോളം വലിപ്പമുള്ള സൽക്കർമ്മങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു വെച്ചാലും അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ എനിക്കും നിങ്ങൾക്കും ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 നമ്മൾ നിന്ന് വിട പറയുകയാ. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുമ്മ ഇർഹംനീ യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ 10 നമ്മൾ നിന്ന് വിട പറയുമ്പോൾ ഈ പകല് മുഴുവനും നോമ്പ് പിടിച്ചിട്ട് തൊണ്ട വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ കാരുണ്യം, പടച്ചവന്റെ റഹ്മത്ത് നേടിയെടുക്കാൻ അല്ലാഹു എനിക്ക് 10 ദിവസം നൽകിയിട്ട് അത് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പടച്ചവനെ, എന്നെക്കാളും വലിയ നഷ്ടവാളി ആരാണ്? ഈ റമദാൻ കൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് സ്വന്തമായിട്ട് അവിടെന്ന് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ കരുണയില്ലാതെ, ആ പടച്ച റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സയർഹമുഹുമുല്ലാഹു ഫീ 5 മവാളിഅ. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവുകയാ. ഈ ദുനിയാവ് മുതൽ പടച്ചവനെ ഈ കാണുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ഒന്നുമല്ല, ഇതിനപ്പുറത്തൊരു 5 അവസരങ്ങൾ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്നുണ്ട്. ആ 5 അവസരങ്ങളിൽ അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുന്ന ഒന്നാമത്തെ സമയമേതാണ്? അല്ലാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങളുണ്ട്, 5 രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. ആ 5 രംഗങ്ങളിൽ ഒന്നാമത്തെ രംഗം ഏതെന്നറിയുമോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ.